വിജയ് നായക വേഷത്തിൽ തിളങ്ങുന്ന കരിയറിലെ അവസാന ചിത്രം ജനനായകന്റെ ഇടിവെട്ട് ട്രെയിലർ പുറത്ത്. വിജയ് ദളപതി എന്ന കഥാപാത്രമായി എത്തുന്ന ചിത്രത്തിൽ മാസ് വില്ലനായി ബോബി ഡിയോൾ തിളങ്ങുന്നുണ്ട്. മമിത ബൈജുവും ശ്രദ്ധേയമായ കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത്. രാഷ്ട്രീയ പ്രവേശനത്തിന് മുന്നോടിയായി വിജയ് അഭിനയിക്കുന്ന അവസാന ചിത്രമാണ് ജനനായകൻ. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷകളാണ് സിനിമ മുന്നോട്ട് വയ്ക്കുന്നത്. ജനനായകനായി പ്രേക്ഷകരുടെ കാത്തിരിപ്പ് തുടരുകയാണ്. ഇന്ത്യൻ സിനിമാ താരങ്ങളിലെ തന്നെ മികവുറ്റ താരമായ വിജയുടെ അവസാന ചിത്രമായ ജനനായകൻ ട്രെയിലർ ഇതിനോടകം തന്നെ പ്രേക്ഷകർക്കിടയിൽ തരംഗമായി മാറുന്ന കാഴ്ചയാണ് സിനിമാ ലോകം കണ്ടത്. ഈ സിനിമയോടെ ദശകങ്ങളോളം നീണ്ടുനിന്ന സിനിമാ യാത്രയ്ക്ക് ഔപചാരികമായി വിരാമം കുറിക്കുകയാണ് ദളപതി വിജയ്. 2024 ഫെബ്രുവരിയിലായിരുന്നു വിജയ് സ്വന്തം പാർട്ടി പ്രഖ്യാപിച്ചത്. ജനനായകന് ശേഷം അഭിനയിക്കില്ലെന്നും പൂർണ്ണമായും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നും വിജയ് പ്രഖ്യാപിച്ചിരുന്നു. എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന ചിത്രം ജനനായകൻ 2026 ജനുവരി 9 പൊങ്കൽ റിലീസായി തിയേറ്ററുകളിലെത്തും. ചിത്രത്തിലെ പ്രധാന റോളുകളിൽ ബോബി ഡിയോൾ, പൂജ ഹെഗ്ഡെ, പ്രകാശ് രാജ്, ഗൗതം വാസുദേവ് മേനോൻ, നരേൻ, പ്രിയാമണി, മമിത ബൈജു എന്നിവരും എത്തും. വെങ്കട് കെ നാരായണനാണ് KVN പ്രൊഡക്ഷന്റെ പേരിൽ ജനനായകൻ നിർമ്മിക്കുന്നത്. ജഗദീഷ് പളനിസ്വാമിയും ലോഹിത് NKയുമാണ് സഹനിർമ്മാണം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്. കോടമഞ്ഞും നൂൽമഴയും പെയ്തിറങ്ങുന്ന മലയോരങ്ങളിൽ പുതിയ അക്ഷരപ്പുലരി. ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂൾ കട്ടപ്പന. സലേഷ്യൻ വൈദികരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന CBSE സീനിയർ സെക്കൻഡറി സ്കൂൾ. വിശുദ്ധ ഡോൺ ബോസ്കോയുടെ സ്വപ്നങ്ങൾക്കൊപ്പം മൂല്യബോധമുള്ള യുവതലമുറയെ വാർത്തെടുക്കുന്ന വിദ്യാലയം. പ്രസന്നമായ പഠനാന്തരീക്ഷം, ഹൈബ്രിഡ് ക്ലാസ് റൂമുകൾ, JEE, IIT, നീറ്റ് എന്നീ പ്രവേശന പരീക്ഷകളുടെ പ്രത്യേക പരിശീലനം, ഹെൽത്ത് കിയോസ്ക്, ഫുട്ബോൾ ടർഫ്, ബാസ്കറ്റ്ബോൾ, ടേബിൾ ടെന്നീസ്, ബാഡ്മിന്റൺ. 20ഓളം പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ. 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂൾ കട്ടപ്പന. അക്ഷരങ്ങൾക്കൊപ്പം ജീവിതത്തിന്റെ പാഠങ്ങൾ പകർന്നു നൽകുന്ന വിദ്യാലയം.